ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു 5 AM റുട്ടീൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു വർക്കിംഗ് മോമാണോ നിങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫാണോ? അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് മോം ആവണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് എപ്പോഴെങ്കിലും ഒരു ഹൗസ് വൈഫ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം വഴിയെ വീഡിയോയിൽ പറയാം. അങ്ങനെ സമയം 5:15 ഞാൻ നമ്മുടെ കിച്ചണിൽ പണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തക്കാളി ചമ്മന്തിയാണ്. അതിനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മീൻ കറി ഉണ്ടാക്കണേ, പിന്നെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് വഴി എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. പാത്രങ്ങൾ വാഷ് ചെയ്തെല്ലാം തന്നെ എടുത്തു വെച്ചു. ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മീൻ നമ്മൾ തലേദിവസം നന്നാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രീസറിൽ വെച്ചിരുന്ന അപ്പോൾ ഐസ് വിടാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി കുക്കറിൽ വെക്കാനുള്ള ഐറ്റംസൊക്കെ വാഷ് ചെയ്ത് വേഗം തന്നെ വെക്കുകയാണ്. അപ്പോൾ അതുപോലെ ആദ്യം തന്നെ അരി കഴുകി അത് കുക്കറിൽ വെക്കുകയാണ്. ഞാൻ രാവിലത്തെ ജോലികളൊക്കെ തീർക്കാനായിട്ട് കുറച്ച് എളുപ്പപ്പണികൾ ചെയ്യുന്നതുകൊണ്ടാണ് പണികൾ കുറച്ചും കൂടി വേഗം കഴിയണം. കാരണം ഞാൻ കുക്കറിലാണല്ലോ ചോറൊക്കെ വെക്കുന്നത്. ചിലവരൊക്കെ പുറത്ത് അടുപ്പത്ത് വിറകൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേയും കൂടി ടൈം പോട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ വേഗം പണി കഴിയാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി വേഗം കഴിയണേ. അപ്പം ഞാൻ എന്തായാലും ഇനി പയർ വേവിച്ചെടുക്കുകയാണ്. ഉണക്കപ്പയറുണ്ടല്ലോ, അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കായത്തൊലി ഉണ്ടല്ലോ, അത് അരിഞ്ഞത് ചേർത്തിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് മേടിച്ചപ്പോൾ കായ ചേർത്തിട്ടാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കായയുടെ തൊലി മാത്രം നമ്മൾ മാറ്റിയിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അത് ചേർത്തൊരു ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. അതാട്ടോ ഒന്ന് ചെയ്യുന്നത്. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ സമയം 5:30 ആയപ്പോൾ ഞാൻ പ്രയറിന് വേണ്ടിയിട്ട് ഇരുന്നു. 15 മിനിറ്റാണ് പ്രയറിനായിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് ഒരു 5:45 ഞാൻ വീണ്ടും നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മക്കളെ എഴുന്നേൽപ്പിച്ചു ആ നേരം കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്നിട്ട് വേഗം ചായ ഉണ്ടാക്കി വെക്കുകയാണ്. മക്കളൊക്കെ എഴുന്നേറ്റ് റെഡിയായി കഴിഞ്ഞാൽ ചായയും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ പഠിക്കാതിരിക്കുക. ഞാനാണെങ്കിൽ എനിക്കെൻ്റെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഒപ്പത്തിനിരുന്ന് ചെയ്യലാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചായ അവർ വളരെ കുറച്ചാട്ടോ, അവർക്ക് അത്ര ഇഷ്ടമില്ല. അവർക്ക് ആ ബിസ്ക്കറ്റോ റസ്കോ മുക്കി കഴിക്കാൻ വേണ്ടിയുള്ളൊരു ചായയുടെ അത്രയും മതി. കാരണം അവർക്ക് അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല ചായയൊന്നും. അപ്പോൾ എനിക്കാണെങ്കിൽ ചായ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഞാനിപ്പോൾ കുറച്ചായിട്ട് പാൽ ചായ തീരെ കുടിക്കാറില്ല. ഈ കട്ടൻ ചായയാണ് കുടിക്കുക. അതിൻ്റെ കൂടെ പാർലേജ് ബിസ്ക്കറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേറെ ബിസ്ക്കറ്റുകളൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒരു 2 കഴിക്കും, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞാൻ നമുക്ക് ആദ്യം തന്നെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞെടുക്കുകയാണ്. തക്കാളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ തേങ്ങ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും തേങ്ങ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തേങ്ങ അത്ര അധികം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തക്കാളി ചമ്മന്തി ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു. 2 വറ്റൽമുളകും ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 1 സവാളയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളതിലേക്ക് 5 തക്കാളി ചോപ്പ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. ഞാൻ അബദ്ധത്തിൽ വീഡിയോ ഓടിക്കുന്നതിൻ്റെ ശ്രദ്ധയിലേ ഞാൻ അതിലേക്ക് വേഗം തക്കാളിയും സവാളയും ഒന്നിച്ച് ചേർത്തു. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടായിരുന്നത്. കുഴപ്പമില്ല. ഇനി ഞാനത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. അതായത് ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർക്കണേ. നമ്മൾ വീട്ടിലുണ്ടാക്കി സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായി പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കുക. നന്നായിട്ട് ഇനി ഒരു മിക്സ് ചൂടാറണം. ചൂടോടുകൂടി മിക്സിയിൽ അടിച്ചാൽ പണി കിട്ടും, ഫുള്ളായിട്ടും തെറിച്ച് ലെവലാവും. അപ്പോൾ അതുകൊണ്ട് ചൂടാറാൻ വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം സെറ്റായിട്ടുണ്ട്. കുറച്ച് വേവ് കുറവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. കായയുടെ തൊലി ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കുരുകുരുന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് കഴുകി ഒക്കെ വെച്ചിരുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒരു വിസിൽ അങ്ങനെ അടിച്ചാൽ മതി. അത് അടിച്ചു കഴിഞ്ഞാൽ അത് വേവും. അപ്പോൾ അതിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ കറിയുടെ കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാൻ മീൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിളിമീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. നമ്മൾ ആദ്യം മൺചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ചേർത്തിട്ട് ആ പൊടികളൊന്ന് മിക്സാക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാറുള്ളത് സവാളയാണ്. അപ്പോൾ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മുളക് പൊടി പോരായ തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ കാച്ചി ഒഴുക്കുമ്പോൾ ചേർക്കാറുള്ളത് ഞാൻ. ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് വെക്കുകയാണ്. ചിലർ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഒഴിച്ചിട്ടില്ല.
ഇനി കുറച്ച് മീൻ ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം വറുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു 6 മീൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോഴും മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ ഇന്നും വേറൊരു മണ്ടത്തരം ചെയ്തു. മീൻ വരയാനായിട്ട് മറന്നുപോയി ഫ്രൈ ചെയ്യാനുള്ളത്. ചില സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിൽ മുഴുകിയിട്ട് ചെയ്യുന്ന കാര്യം എപ്പോഴും ചെയ്യുന്ന കാര്യമായാലും ചിലപ്പോൾ അത് മണ്ടത്തരം പറ്റിപ്പോവും. അതുപോലെ വീഡിയോ പിടിക്കുമ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴും മറന്നു. അപ്പോൾ ഞാനും പുരട്ടി വെച്ച് മീനെടുത്തിട്ട് വീണ്ടും വരഞ്ഞിട്ട് ഒന്നും കൂടി പുരട്ടിയൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. നമുക്ക് ഉപ്പേരി കാച്ചിയെടുക്കണം, പിന്നെ മീൻ കറി കാച്ചാനായിട്ട് വേണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളതൊക്കെ നന്നാക്കാൻ ഞങ്ങളിവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. കുറേ നേരം അകത്തിരിക്കല്ലായിരുന്നു, പുറത്തിരിക്കാന്ന് വെച്ചാൽ പുറത്തിപ്പോൾ രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. നമുക്കിതുപോലെ സമയം കിട്ടുകയാണെങ്കിൽ പുറത്ത് വന്നിരുന്ന് എന്തെങ്കിലും കരിയാനോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ മക്കളിരിക്കുകയാണെങ്കിൽ അവിടെ പുറത്തിരിക്കുകയാണെങ്കിൽ എന്ത് സുഖമാണെന്നറിയോ, നല്ലൊരു ക്ലൈമറ്റുമാണ്, ഫ്രഷ് എയറും കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പണികൾ ചെയ്യുമ്പോൾ നേരം പോകണത് അറിയില്ല. പക്ഷേ അവിടെ നേരം പോകാൻ വേണ്ടി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ വേഗം ഇങ്ങോട്ട് വന്നു. ആദ്യം ഞാൻ ഉപ്പേരി കാച്ചിയെടുക്കുകയാണ്. നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച പയറും ആ ഒരു കായയുടെ തൊലിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതേ ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്ത് മുരിച്ചെടുത്ത ശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്നിങ്ങനെ പച്ചമണം പോണ വരെ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കായത്തൊലിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചിരണ്ടിയതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ കായത്തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ടെങ്കിൽ ആ തൊലി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേപ്പിലയും കൂടിയിട്ട് മറക്കണ്ട. നമ്മുടെ വീട്ടിലേ വേപ്പുണ്ട്, എന്നാൽ പോലും ചില സമയത്ത് കറി വെക്കുന്ന സമയത്ത് ഞാൻ മറന്നു പൊട്ടിച്ച് കൊണ്ടുവരാൻ. പിന്നെ ഓടിപ്പോയിട്ട് ആ നേരത്തെ പൊട്ടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടിടുക. വീട്ടിൽ ഇത്രയും കിട്ടിയിട്ടും വിട്ടു പോകുന്നു എന്ന് പറയുന്നത് എത്ര വില മണ്ടത്തരല്ലേ. അപ്പോൾ എന്തായാലും ഞാനിനി ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പണികൾ ചെയ്യണം എൻ്റെ സൈഡിൽ കൂടെ അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. എനിക്ക് ലാസ്റ്റ് വരെ എല്ലാം കൂടി കൂട്ടി വയ്ക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആ ചമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചൂടാറാൻ, അതെല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അത് അരച്ചെടുത്തു. കുറച്ച് ലേശം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് അവസാനം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ചമ്മന്തി വല്ലാതെ വെള്ളം പോലെയോ വെള്ളം കുറേയൊക്കെ ഒഴിച്ചാൽ പിന്നെ അത് അരയാനും കറക്റ്റ് ആവില്ല. അവസാനം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ കുഞ്ഞു മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ചമ്മന്തി. അവൾക്ക് തേങ്ങ ചമ്മന്തിയെക്കാട്ടും ഇഷ്ടം ഈ ഒരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിനി മീൻകറി ഉണ്ടാക്കിയെടുക്കാം. മീൻകറി ഞാൻ ലാസ്റ്റിക്ക് വെച്ചതിൻ്റെ കാര്യമേ മാങ്ങ പൊട്ടിക്കണമായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അവസാനത്തേക്ക് വെച്ചത്. അപ്പോൾ മീൻകറിക്ക് ഞാൻ 2ാം പാൽ ആദ്യം ചേർത്ത് കൊടുത്തു. പിന്നെ അതേ ഒരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയപ്പോൾ ഒരു മാങ്ങയും അതേ ആവശ്യത്തിന് വേപ്പിലയും ഒക്കെ ചേർത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് മീൻ അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റാവുന്ന നേരം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള പണികൾ ചെയ്ത് തീർക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശയും ചമ്മന്തിയാണെന്നുള്ള പറഞ്ഞത്. അപ്പോൾ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഇങ്ങനത്തെ പലഹാരങ്ങൾ അവസാനത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കണത്. എന്താണെന്ന് വെച്ചാൽ ചേട്ടനപ്പോഴേക്കും വരും. അപ്പോൾ ഞാൻ കറികൾ ഉച്ചയ്ക്കുകളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചേട്ടത്തി കഴിഞ്ഞാൽ 2 സ്റ്റൗവിലായിട്ട് നമ്മളിതുപോലെ ദോശക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ ദോശ വേഗം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ വന്ന് കഴിച്ചപ്പോൾ വേഗം ദോശയൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ദോശയുടെ മാവൊക്കെ ഞാൻ നല്ല മിക്സായിട്ട് വന്നൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നല്ല കനം കുറച്ച് പരത്തി നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ നന്നായിട്ട് ചെയ്യാറുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മീൻ കറിയിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുത്ത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കറി പിന്നെ തിളപ്പിക്കാൻ പാടില്ല, ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാറ്റി വെച്ചു. ഇനി ഞാൻ മീൻ കറി കാച്ചിയെടുക്കണം. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ദോശ വേഗം ആവേണ്ട കാരണം വേഗം 2 ദോശക്കല്ല് നമ്മൾ ഈ 2 സ്റ്റൗവിനാണ് ഫ്ലെയിം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വെച്ചിട്ട് വേഗം നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വലിയ ദോശക്കല്ലാണ്, അതുകൊണ്ട് എണ്ണം കുറവ് മതി. കുഞ്ഞു ദോശക്കല്ലാവുമ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടാക്കണം. ഒരെണ്ണം വലുത് നമ്മുടെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നതാ, ഒരെണ്ണം ചേട്ടൻ പുറത്തായിരുന്നപ്പോൾ അവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതും കൂടി നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ 2 ദോശക്കല്ല് വെച്ചിട്ട് ഉണ്ടാക്കണത്. ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പിടിക്കും, പക്ഷേ നമ്മളിത് ഉപയോഗിക്കും തോറും ഇത് നല്ല സൂപ്പറായിട്ട് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. ഓയിൽ തടവി കൊടുക്കണം ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ വല്ലാണ്ട് ഡ്രൈനെസ് വരികയാണെന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിടിക്കലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട ഇതിൽ പൊരിച്ചെടുത്താൽ മതി ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് പോവും. പിന്നെ ഇതിൽ ചപ്പാത്തിയോ അങ്ങനെയുള്ള വേറെ ഐറ്റംസ്, അതായത് ഈ കല്ല് ഡ്രൈ ആയി പോകുന്ന ഐറ്റംസ് ഉണ്ടാക്കാതിരിക്കുക. ഞാനെപ്പോഴും ഇതിൽ ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, വേറെ ഒന്നും ഇതിൽ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരിക്കലും ആ ഡ്രൈനെസ് വരാറില്ല. ഈ 2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോശക്കല്ല് നല്ല രീതിക്ക് ഉപയോഗിക്കാം. പിന്നെ പരമാവധി വലുത് മേടിച്ച് ഏറ്റവും നല്ലത്, കാരണം അത്രയും കുറച്ച് നേരം നമുക്കിവിടെ നിന്നാൽ മതി, വേഗം പണികൾ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ നെയ്യും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്താൽ നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളി ദോശ കിട്ടും.
ഞാൻ ഏറ്റവും ലാസ്റ്റ് ദോശയായിട്ട് എടുക്കുക. കാരണം എനിക്കിവിടെ ഏറ്റവും മുരിഞ്ഞ ദോശ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ദോശ ആണ് ഞാൻ എടുക്കുള്ളൂ. കാരണം എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും അതേ ദോശയൊക്കെ റെഡി ആവാണ്. അങ്ങനെ നമ്മുടെ ദോശ എല്ലാം തന്നെ ഏകദേശം ഉണ്ടാക്കിയൊക്കെ കഴിയാറായിട്ടുണ്ട്. ഞാനിനി മീൻകറി നമുക്കൊന്ന് കാച്ചിയെടുക്കണം. ഇതിനായിട്ട് ഇതേ ഒരു 6 അല്ലി ചുവന്നുള്ളി, 6-7 അല്ലി ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായി മൊരിയിച്ചെടുക്കുക. വേപ്പിലയും കൂടി ചേർക്കുക. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് ലാസ്റ്റ് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറിക്ക് എരിവ് കുറവാണെങ്കിൽ എരിവാവും ചെയ്യും. മാത്രമല്ല കറിക്ക് നല്ലൊരു കളറും നല്ല ഭംഗിയാണ് ഇങ്ങനെ ചേർത്തിട്ട് വെക്കുമ്പോൾ. അപ്പോൾ മീൻകറിയുടെ ഈ ഒരു ഫൈനൽ ടച്ച് തന്നെയാണ് മീൻകറിയുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറും. അപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയാണ് ഇവിടുത്തെ സ്റ്റൈലിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മുളക് കറിയും ഇഷ്ടമാണ്, പക്ഷേ ചോറിൻ്റെ കൂടെ എനിക്ക് അത്രയും ഇഷ്ടമില്ല. നമ്മൾ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാലൊഴിച്ച മീൻകറി തന്നെയാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. മാങ്ങ സീസണൊക്കെ ആണെങ്കിലാണ് മാങ്ങ കിട്ടുക, ഇല്ലെങ്കിൽ കുടപ്പുളി ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുക. നമ്മുടെ മീൻകറിയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉച്ചയാകുമ്പോഴേക്കും നല്ല കട്ടിയൊക്കെ ആയി പുളിയൊക്കെ പിടിച്ച് സെറ്റാവും. ഇതേ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പണി നമ്മൾ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് വേഗം ഊറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ അതിലിരുന്ന് പായസമാവും. അപ്പോൾ അതുകൊണ്ട് ചോറും കൂടി ഞാൻ അരിപ്പക്കോട്ടയിലേക്ക് ഊറ്റിയെടുത്ത് നന്നായി വെള്ളം ഒഴിച്ച് ഊറ്റിയിടുക. അങ്ങനെ സമയം 7:45 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. നമ്മളിനി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ദോശ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേഗം തന്നെ എത്തി. ഈസ എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും വന്നു. അപ്പച്ചനും അമ്മച്ചും കഴിക്കാൻ 9:30 ആവും കേട്ടോ. അപ്പച്ചനാണെങ്കിൽ പറമ്പിൽ പണികളൊക്കെ ചെയ്യുമായിരിക്കും. അമ്മച്ചിയാണെങ്കിൽ ഉറങ്ങിയിട്ട് എഴുന്നേക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതേ കഴിക്കുകയാണ്. ഇനി അവർ ക്ലാസ്സിൽ പോകാൻ ആരും വേഗം ഇനി മുടിയൊക്കെ കെട്ടി സെറ്റാക്കാണ്. അപ്പോൾ അങ്ങനെ മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ചിലവരെന്നോട് ചോദിച്ചിരുന്നു ചേട്ടൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായോ എന്ന്. അപ്പോൾ ചേട്ടൻ നാട്ടിൽ വന്നിട്ട് 1.5 കൊല്ലമായി. ചേട്ടൻ ഒരു 20 വർഷത്തോളം പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ ഞാൻ ചേട്ടൻ്റെ കൂടെ അവിടെ നിന്നിരുന്നു. പിന്നെ ഞാൻ നാട്ടിലോട്ട് പോന്നു. അങ്ങനെ മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ മിണ്ടാതെ അവിടെ കുറച്ച് നേരം ഇരിക്കും. കാരണം ശ്വാസം എടുക്കാണ്ട് ഇത്രയും നേരം നമ്മൾ ഓടി നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് മിണ്ടാതെ അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ട്. സമയം 9:15 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതേ അടിച്ചു വരാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ചിടാം. ഒരു അരമണിക്കൂർ മാത്രമാണ് നമുക്ക് അടിച്ചു വരാൻ മാക്സിമം. നമ്മൾ ഒറ്റ നില ആയതുകൊണ്ട് 1 മണിക്കൂറും അരമണിക്കൂറും മതി. ചിലവരുടെ വീട് 2 നിലയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും കേട്ടോ. അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം താഴ്ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം മുകൾ ഭാഗം ചെയ്യുക. അങ്ങനത്തെ രീതിയിലൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക. എല്ലാവർക്കും പറ്റുന്ന പോലെ ഒരു റൊട്ടീൻ ഉണ്ടാക്കി എനിക്ക് പറയാൻ എനിക്കറിയില്ലല്ലോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ ഒരുവിധം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. അതനുസരിച്ച് നിങ്ങളൊക്കെ ടൈം മാനേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ അടിച്ച് വാരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് 2 എക്സ്ട്രാ പണികളുണ്ട്. ഒന്ന് മക്കളുടെ റൂമിലെ ഷീറ്റ് ചേഞ്ച് ചെയ്യണം. പിന്നെ ബാത്റൂം ക്ലീനിങ്ങും കൂടി ഇന്ന് ചെയ്യേണ്ട ദിവസമാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് അത് ചെയ്യുക. അപ്പോൾ എനിക്ക് ഫ്രീ ഉള്ള ദിവസം നോക്കിയിട്ട് ആണ് ഞാനത് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണതും ബാത്റൂം ക്ലീൻ ചെയ്യണതും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെ ഷീറ്റ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ മാറ്റിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം ആണ്. എല്ലാം കൂടി എല്ലാവരുടെ റൂമിൽ ഒന്നിച്ച് മാറ്റാറില്ല. കാരണം എല്ലാ പണിയും കൂടി എല്ലാ ദിവസം ചെയ്യാൻ പോയാൽ എനിക്ക് കുറേ ടൈം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ റൂമുകളായിട്ടും അടിച്ചെടുക്കുകയാണ്. ഹോളിലൊക്കെ നന്നായിട്ട് എന്തൊക്കെയോ കച്ചറ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില സമയത്തെ വിറകൊക്കെ ഇങ്ങനെ ഉണക്കാനൊക്കെ ആയിട്ട് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതിക്കോടെ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തരിയും പൊടിയൊക്കെ ഇവിടെ വീഴും. അപ്പോൾ പിന്നെ അവിടെ ഫുൾ പൊടിയാവും. അപ്പോൾ റൂമുകളിൽ അത്ര കുഴപ്പമുണ്ടാവാറില്ല, ഹോളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അടിച്ച് വാരിയില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് ഇത് മുഴുവൻ വരണേന്ന് കേട്ടോ. മക്കളുടെ റൂമിൽ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ മേശയൊക്കെ എവിടെ പോയിന്ന് ഇവിടുത്തെ. അത് ഇവിടെ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് അവർക്ക് കിടക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ഈ ടേബിളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരാഴ്ചയായി. ഇത്ര ദിവസമായിട്ട് ഞാനത് കൊണ്ടിട്ടിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും വീഡിയോ ഒക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് ആ നേരം കിട്ടണില്ല അത് കൊണ്ടിടാൻ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എല്ലാ ദിവസവും പഠിക്കാൻ എൻ്റെ കൂടെ ഡൈനിങ് ടേബിളും ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കണേ. അപ്പോൾ ഡൈനിങ് ടേബിളും ഇരുത്തണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അവരെ കുറച്ചും കൂടി നോക്കി ഇരുത്തി പഠിപ്പിക്കാൻ ഈസി ഇവിടെ ഇരിക്കുമ്പോഴാണ്. അവരുടെ സ്റ്റഡി ടേബിളും ഇരിക്കുമ്പോൾ എനിക്ക് അവരെ നോക്കാനൊന്നും പറ്റണില്ല. പ്രത്യേകിച്ച് കുഞ്ഞു മോളാട്ടോ, ഈസാന അങ്ങനെ നോക്കേണ്ടി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം ഞാൻ ടേബിൾ കൊണ്ടിടാണ്ട് അതവിടെ കിടക്കുന്ന കാരണമാണ്. അപ്പോൾ ആ ടേബിൾ ഇവിടെ തിരിച്ച് കൊണ്ടിടണം. പക്ഷേ ടേബിൾ ഇല്ലാത്ത കാരണം റൂം അടിച്ച് വരൽ വളരെ ഈസിയായി, വേഗം പണി കഴിഞ്ഞു. പിന്നെ ടേബിൾ അവിടെ ഇല്ലാത്ത കാരണവും തന്നെ മക്കൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും അതുമ്പോൾ കൊണ്ടിടാത്ത കാരണം ആ റൂം എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ടേബിൾ ഉണ്ടെങ്കിൽ അവർ കിട്ടുന്നത് മുഴുവൻ ആ ടേബിൾ കൊണ്ടുപോയിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, ഏതെങ്കിലും റൂമിലുള്ള ടേബിളിമേ ആയിരിക്കും സകല സാധനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഡൈനിങ് ഏരിയ ആണെങ്കിൽ ഈ ഡൈനിങ് ടേബിളിമേ ആയിരിക്കും, മക്കളുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ അതുമേ ആയിരിക്കും, ബെഡ്റൂമിലൊരു ടേബിൾ ഉണ്ടെങ്കിൽ അതുമേ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതെപ്പോഴും അങ്ങനെ, അതെനിക്കറിയില്ല അതെന്താന്ന്.
അങ്ങനെ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ക്ലീനിങ്ങും ദേ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ അകത്തത്തെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഡൈനിങ് ടേബിളുമ്പോൾ ഞാനൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷീറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് വെയിലത്ത് ഇടാനാണ്. അതുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഉണങ്ങാനായിട്ടാണ് വെയിലത്ത് ഇടുന്നത്. അപ്പോൾ ഈ ഒരു തുണിയുടെ ടേബിൾ ഷീറ്റ് വിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ടേബിൾ മാറ്റ് എന്നാലും ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ ആ ടേബിൾ ഷീറ്റ് എപ്പോഴും കഴുകാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എൻ്റെ കയ്യിൽ 2 ടേബിൾ ഷീറ്റ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാഷ് ചെയ്യുമ്പോൾ ഒരെണ്ണം വിരിക്കും, ആ രീതിയിലാണ്. പിന്നെ തുണിയുടെ ടേബിൾ മാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറിയ മാറ്റുകളെ. അതും ഇതുപോലെ ഒരാഴ്ച കൂടുമ്പോൾ നമ്മളൊന്ന് കഴുകും, കാരണം അതുമേയും കറികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പരമാവധി ഒന്നും ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കിച്ചണും കൂടി അടിച്ച് വാരിയിട്ടിട്ട് ഒന്ന് തുടച്ചിടാം. കിച്ചൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ തുടയ്ക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കിച്ചണിൽ എപ്പോഴും നമ്മൾ പെരുമാറുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ വീഴും. പിന്നെ ബ്ലാക്ക് ഫ്ലോർ ആയതുകൊണ്ട് എന്ത് വീണാലും പെട്ടെന്ന് അങ്ങനെ അറിയും. നടക്കുമ്പോഴായാലും ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അത് പെട്ടെന്ന് എടുത്ത് കാണും. പിന്നെ ഇത്തിരിയൊക്കെ വെള്ളം നനഞ്ഞാൽ പോലും കിച്ചൺ എപ്പോഴും നമ്മളൊന്ന് തുടച്ചിടാം. എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ അവിടെ കിടന്ന് ഒരു ഡ്രോപ്പ് വെള്ളം മതി നമ്മൾ വീഴാനും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിച്ചൺ ഒന്ന് തുടച്ച് നനവില്ലാതെ വെക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മോപ്പ് ചിലവരെന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇതൊക്കെ. അപ്പോൾ ഈ മോപ്പ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ഡെയിലിയൊക്കെ നമുക്കിങ്ങനെ വേഗം ഒന്ന് തുടച്ചെടുക്കാൻ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ അവരൊരു ബക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് വളരെ മോശമായിരുന്നു. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ബക്കറ്റിൽ നമ്മൾ മുക്കിയിട്ട് തുടയ്ക്കുമ്പോൾ ആ ബക്കറ്റ് മറിഞ്ഞ് വീഴും. പിന്നെ ചേട്ടൻ അതുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ബക്കറ്റുമ്പോൾ ചെയ്ത് തന്നപ്പോൾ ആ ബക്കറ്റ് ഇരിക്കുന്ന മോഡലായി. പക്ഷേ ഞാൻ നിങ്ങളോട് മേടിക്കാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ആ ബക്കറ്റ് ശരിയില്ലാത്തതുകൊണ്ട്. ആ മോപ്പിൻ്റെ തന്നെ വേറൊരു മോഡൽ വരുന്നുണ്ട്. ആ മോപ്പുമ്പോൾ തന്നെ ഈ വെള്ളം പിഴിഞ്ഞ് കളയാനുള്ളൊരു സെറ്റിംഗ് ഉള്ളൊരു ടൈപ്പ് മോപ്പ്. ആ ഒരു മോപ്പ് അത്യാവശ്യം നല്ല റിവ്യൂസ് ആമസോണിൽ കാണുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ മോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങാം. പക്ഷേ ഈ മോപ്പ് ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തുടക്കണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളം ഫ്ലോറിലൊന്ന് ഒഴിച്ചിട്ട് വേഗം ഈ മോപ്പ് കൊണ്ടൊന്ന് തുടച്ചെടുക്കുമ്പോൾ ജസ്റ്റ് വേഗം ഒന്ന് തുടയ്ക്കാൻ, അതിന് മാത്രം കേട്ടോ ഒന്ന് ഞാൻ ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് കിച്ചൺ തുടയ്ക്കാനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ടും കൂടി അടിച്ച് വാരനോടുകൂടി നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് മക്കളുടെ റൂമിലെ ഷീറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഷീറ്റ് ഞാൻ എന്തായാലും മാറ്റാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ് മാറ്റാറുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് മാറ്റി വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ക്ലീനിങ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം കൂടിയിട്ടാണ് ഇന്ന്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈമും കൂടി വേണം. സമയം 9:45 കഴിഞ്ഞു. അപ്പോൾ ഞാനിനി ആദ്യം തന്നെ മെയിൻ വാഷ് ബേസിൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അത് 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സിങ്ക് കഴുകാറ്. അതാകുമ്പോൾ നമ്മൾ ഈ ഹാൻഡ് വാഷ് അവിടെ അടുത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേഗം കഴുകിക്കോളും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഇത്രയും കുറച്ച് മതിയല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ച് വേഗം നല്ല പതയും വരും. അത് ഉപയോഗിച്ച് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കഴുകണമെന്ന് തോന്നിയാൽ കഴുകാമല്ലോ. അപ്പം ഇനി സമയം 10 മണിയായി. അപ്പം നമുക്കിനി ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ ഇന്നത്തെ ഈ പണികളൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബാത്റൂം ക്ലീനിങ് ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യുന്നത്, വേറൊരു ബാത്റൂം ഉണ്ട്, അത് മോളാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പുറത്തും കൂടി ഉണ്ട് വരണം. അപ്പോൾ അതങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാറി അത് ക്ലീൻ ചെയ്യാം. നമ്മുടെ മക്കളൊക്കെ വലുതായെങ്കിൽ അവരെ കൊണ്ടും ഈ പണികളൊക്കെ ചെയ്യാം. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അറപ്പൊക്കെ പറയട്ടെ അവർ ഇത് എന്താണെന്ന്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അത് ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല മക്കളെയും കൂടിയിട്ട് പഠിപ്പിക്കുക. അതിന് അറക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ അത് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടേ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ബാത്റൂം അല്ലാതെ വൃത്തികേടാക്കുക. നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്ലോറൊക്കെ അഴുക്കാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളമുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ച് അഴുക്കൊക്കെ പെട്ടെന്ന് പോവും. ഇതുപോലെ സിങ്കിൻ്റെ അടുത്തൊരു ബ്രഷ് വെച്ചിട്ട് അതുപോലെ ഹാൻഡ് വാഷ് 2 ഡ്രോപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകിയിട്ട് വല്ലാണ്ട് ഇപ്പം ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സമയം എടുത്തിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ഒന്നും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ബാത്റൂം ഒന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫ്ലോർ, ടൈല്, പിന്നെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ അവിടുത്തെ വാഷ് ബേസിൻ, കണ്ണാടി, ഇത് മെയിനായിട്ട് നോക്കാം. പിന്നെ ചുമരുമുള്ള ടൈലാണ്, അതാണ് ഫുള്ളായിട്ടും ടൈൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന മേഖല. അപ്പോൾ അത് ഒത്തിരി സമയം എടുത്തിട്ട് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് അത് ഒന്ന് കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇനി കുറച്ച് നേരം അവിടെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാം. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം എനിക്ക് വീഡിയോയുടെ പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുക. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.